ധാരാളം ചെറുകിട സംരംഭങ്ങളാണ് വളർന്നു വരുന്നത്. നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വന്നുള്ള മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നത്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന രീതിയിലേക്ക് കേരളം മുന്നോട്ട് പോവുകയാണ്. ധാരാളം തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ഈ കമ്പനിയിൽ തന്നെ സ്ത്രീകൾക്ക് മാത്രമാണ് ജോലി നൽകാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള യുവതികളെ അവർക്ക് തൊഴിൽ നൽകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഇത്തരം സംരംഭങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും നൽകുക. ഇപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ഡയറക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഏറ്റവും നല്ല രീതിയിൽ ഈ കമ്പനി വളരെ ബലവാട്ടെ എന്ന് നമസ്കാരം. ഞങ്ങൾ ന്യൂവ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിലെ ഡയറക്ടേഴ്സാണ്. ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും ഏജ് കുറഞ്ഞ മിനറൽ വാട്ടർ ഫാക്ടറി തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളാണ്. ഞങ്ങൾ കുറേ സംരംഭങ്ങൾ തുടരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഏറ്റവും നല്ല ഒരു തീരുമാനത്തിലാണെന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഡിസിഷൻ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ansel.comലെ അനീസ് ഭായ് ഞങ്ങൾ നന്നായി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായ വകുപ്പിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാ സഹകരണങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ ബിൽഡിംഗ് സ്ട്രക്ചർ മുതൽ മിഷൻസ്, പേപ്പർ വർക്ക് എല്ലാം ഞങ്ങളെ ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ട് ഞങ്ങൾ സ്ട്രെങ്ത് ആയിട്ട് തന്നെയാണ് ansel.comലെ അനീസ് ഭായ് ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ളത്. വാട്ടർ കമ്പനി തുടങ്ങുന്നതിന് ആവശ്യമായ ലൈസൻസുകളും ബിൽഡിംഗ് നിർമ്മാണവും മെഷീനറി സംവിധാനവും ഒരുക്കിയും ജീവനക്കാർക്ക് ട്രെയിനിങ് നൽകിയും എല്ലാം കുറഞ്ഞ കാലം കൊണ്ട് നടപ്പിലാക്കി നൽകിയ ansel.com മാനേജിംഗ് ഡയറക്ടർ അനീസ് ഹസനെ ഡയറക്ടർമാർ ഷാളണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ മജീദ് ആലുങ്കൽ, വാർഡ് മെമ്പർ ഹംസ, ന്യൂവ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ഡയറക്ടർമാരായ കെ നസീദ, ടി ഉസ്മാൻ അബ്ദുള്ള, മുഹമ്മദ് അസാബ്, അൽ സാബിത്ത് തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രമുഖരും നാട്ടുകാരും പങ്കാളികളായി. ന്യൂസ് 10 മലപ്പുറം.